ഹലോ ഗൈസ്, സൗദി അറേബ്യയിലെ ഒരു രാത്രികാല കാഴ്ചയാണിത്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന അൽഹസ അൽ അയ്യൂണാണ്. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇതിനെക്കുറിച്ചൊരു ധാരണ എനിക്കില്ല. എന്നാലും നമുക്ക് ഇവിടുത്തെ ഒരു ബക്കാലയിലോട്ട് പോവാം. ബക്കാല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈപ്പർ മാർക്കറ്റാണ്, നമ്മുടെ നാട്ടിലെ പലചരക്കട പോലത്തെ. ഞാനിതിൻ്റെ ഇതിൻ്റെ ഓണർ, മുതലാളി എന്നൊക്കെ പറയും. നമ്മുടെ സുഹൃത്തും കൂടിയാണ്. ജസ്റ്റ് ഒന്ന് കാണാം. വീഡിയോ അല്ലേ യൂട്യൂബേ, ഇത് യൂട്യൂബ് ചാനലല്ലേ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. അതായത് നോക്കിയേ, ഇവിടെ നമുക്ക് സാധാരണ വക്കാലകൾ പോലെ കുറച്ചുകൂടെ വലിയ, ഇവിടെ ചെറിയ വക്കാലകളുണ്ട്. പല വക്കാലകൾക്കും പല ലൈസൻസാണ്. ഇതിന് വെച്ച് വലിയ ലൈസൻസാണ് ഇതിൽ സിഗരറ്റും കാര്യങ്ങളൊക്കെ വിൽക്കാം. 1300 മീറ്റർ അങ്ങനെയാണ്ടേ വേണം സിഗരറ്റ് കാര്യങ്ങളൊക്കെ വിൽക്കാൻ. നമ്മുടെ നാട്ടിലെ പോലെ, നമ്മുടെ വലിയ സൂപ്പർ മാർക്കറ്റ് പോലെ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ബക്കാലകളിലുണ്ട്. ജ്യൂസും പാലും തൈരും മോരും ലബനും. ഈ കാണുന്ന ബിയറാണ്. ബിയർ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെ ആൽക്കഹോളുള്ളതല്ല, ഇവിടെ ആൽക്കഹോൾ ഇല്ലാത്ത ടൈപ്പുള്ള ബിയറുകളാണിത്. ഇത് പലതും പല വിലയാണ്. മൂസയുടെയൊക്കെയാണ് 5 രൂപ 50 പൈസയാണ് ഇതിൻ്റെയൊക്കെ വില. ഉണ്ടാവും. പെപ്സി കാര്യങ്ങൾ അത്യാവശ്യം വലിയ വക്കാലയാണ്ട് ഓൾറെഡി ഇവർ വെള്ളവും പെപ്സിയും കാര്യങ്ങളെല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഇത് ദിനവും നിത്യോപയോഗ സാധനം പോലുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ രാത്രികാലമാണ് കൂടുതലും ആൾക്കാർ യാത്ര പോകുന്നതും ഭക്ഷണങ്ങളെല്ലാം പുറത്തുനിന്ന് കഴിക്കുന്നതെല്ലാം രാത്രികാലങ്ങളാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് പറയുന്നതിൽ വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഐസ്ക്രീം ഉണ്ടോ, ഇതിൻ്റെ വിലകളോടെ രേഖപ്പെടുത്തിയിരിക്കുക. നമുക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടത്, അതിൻ്റെ വിലയും കാര്യങ്ങളും നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ സാധനം എടുക്കാം. ഒരു തല്ലാജ് മുഴുവനും, തല്ലാജ് എന്ന് പറഞ്ഞാൽ ഫ്രീസറിലാണ് തല്ലാജ് എന്ന് പറയുന്നത്. ഈ തല്ലാജ് മുഴുവൻ മുട്ടയും, വേറൊരു തല്ലാജിൽ ഫുള്ള് ചോക്ലേറ്റ് വേണമല്ലോ അടുക്കി വെച്ചിരിക്കുന്നത്. തണുത്ത ചോക്ലേറ്റാണ്, തണുക്കാത്ത വേണമെങ്കിൽ അങ്ങനെ. പിന്നെ പിള്ളേർക്കുള്ള ടോയ്സും മറ്റ് കാര്യങ്ങളെല്ലാം അവർ സ്റ്റോർ ചെയ്യും എല്ലാ ബക്കാലകളിലും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതല്ല, ഇതെല്ലാം ഫുഡ് ഐറ്റങ്ങൾ എല്ലാം ഉണ്ടാവും. ഹബ്ബും കാര്യങ്ങളും എല്ലാതരം മുട്ടായികളും ഉണ്ടാവും സാധാരണ ബക്കാലകളിൽ. ഇവരെ സൗദികളെ കൂടുതലും ഫേവറേറ്റുകൾ മുട്ടായും ചോക്ലേറ്റ്